പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് തരുന്ന ഈ അനുഗ്രഹത്തിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. വളരെ അനുഗ്രഹകരമായ ഒരു യാത്രയാണ് യോഹന്നാൻ്റെ സുവിശേഷ പഠനം. പ്രത്യേകിച്ച് 4-ാം അധ്യായം വിശേഷപ്പെട്ടൊരു അധ്യായമാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു. ഒരുപാട് സമയം നമ്മൾ ഈ അധ്യായവുമായിട്ട് ബന്ധപ്പെട്ട് ചെലവഴിക്കും. പക്ഷെ ഓരോ വാക്യങ്ങളും അഗാധമായ നിധി നിക്ഷേപങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. 4 ആണ് ഞാൻ വിശദീകരിച്ചത് കഴിഞ്ഞ എപ്പിസോഡിൽ. അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് പിന്നെ യേശു സമറിയ തിരഞ്ഞെടുത്തത്, സമറിയായിലൂടെയുള്ള പാത തിരഞ്ഞെടുത്തത് എന്നത് ഒരു സുവിശേഷ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ദാറ്റ് വാസ് ആൻ ഇവാഞ്ചലിക്കൽ നെസസിറ്റി, ദാറ്റ് വാസ് എ ഡിവൈൻ നെസസിറ്റി, നോട്ട് എ ജിയോഗ്രഫിക്കൽ പ്രാക്ടിക്കൽ നെസസിറ്റി. അപ്പോൾ അങ്ങനെ കർത്താവ് ഈശോ മിശിഹാ 3 ദിവസത്തെ നടപ്പ് ദൂരം പിന്നിട്ടാണ് ഇപ്പോൾ ഈ സമറിയാദേശത്ത് എത്തുന്നത്. നമുക്ക് വായിക്കാം. 4-ാമത്തെ വാക്യം, അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. സമറിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവൻ എത്തി. സമറിയായിലെ സിക്കാർ എന്ന് പറയുന്ന പട്ടണത്തിൽ യേശു എത്തി. സിക്കാർ നമുക്ക് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ പരിചയമുള്ള ഷെക്കേം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഷെക്കേം നമ്മൾ അബ്രഹാമുമായി ബന്ധപ്പെട്ട് യാക്കൂബുമായി ബന്ധപ്പെട്ടൊക്കെ കാണുന്ന ഒരു വാക്കാണ് ഷെക്കേം. അവിടെ ഉൽപ്പത്തി പുസ്തകം 48:22 ജോസഫിന് യാക്കൂബ് നൽകിയ വയൽ അവിടെയാണ് എന്ന് നമുക്ക് ഈ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 48-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. ഉൽപ്പത്തി 48:22 നിന്റെ സഹോദരന്മാർക്ക് നൽകിയ ഓഹരിയേക്കാൾ കൂടുതലായി വാളും വില്ലും കൊണ്ട് അമോര്യരുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചടക്കിയ ഷെക്കേം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. യാക്കോബ് ജോസഫിനോട് പറയുകയാണ്. അപ്പോൾ ഈ ഷെക്കേമിലാണ് ഈ സിക്കാർ. അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. യോഹന്നാൻ 4:5 സമറിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവനെത്തി. യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഷെക്കേമാണെന്ന് പറഞ്ഞത്. ഇനി യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിലിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. യാത്ര ചെയ്ത് ക്ഷീണിച്ചു. സ്വാഭാവികമായിട്ട് ക്ഷീണിക്കും. 3 ദിവസത്തെ നടപ്പ് യാത്രയാണ്. അത് പിന്നിട്ട് 6-ാം മണിക്കൂറാണ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിയാണ്. ഈ ടൈം, അതുപോലെ തന്നെ ഈ സെറ്റിംഗ്, ഈ കിണറിൻ്റെ സെറ്റിംഗ്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ കാര്യം, ഈ 4:6 നമ്മൾ വായിക്കുന്ന ഈ യാക്കോബിൻ്റെ കിണർ, ഇത് ഈ സമറിയക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കിണറാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ മതബോധത്തിൻ്റെയും അവരുടെ ചരിത്രപരമായ ഓർമ്മകളുടെയും ഭാഗമായ ഒരു കിണർ, അവരുടെ റിലീജിയസായ ഓർമ്മകളുടെ ഭാഗമായ ഒരു കിണർ. അവിടെ ഈ സ്ത്രീ എത്തുകയാണ് കിണറ്റിൻ കരയിൽ വെച്ച് യേശു സമറിയക്കാരെ കണ്ടുമുട്ടുന്നു എന്ന ഭാഗം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നിങ്ങളൊരു ബൈബിൾ ഗൗരവമായി വായിക്കുന്ന വായനക്കാരനാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കിണറ്റിൻ കരയിൽ വെച്ച് തങ്ങളുടെ ഭാവി വധുവിനെ കണ്ടെത്തിയ ചില ചെറുപ്പക്കാരെയും കിണറ്റിൻ കരയിൽ വെച്ച് തങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് മണവാട്ടിയെ കണ്ടെത്തിയ ചില മനുഷ്യരുടെയും സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ കിണറ്റിൻ കരയുടെ സെറ്റിംഗ്, കിണറ്റിൻ കരയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത് വിവാഹത്തിലേക്ക് നയിക്കുന്നതായുള്ള സൂചനകൾ ബൈബിളിലുണ്ട്. അതൊരു പശ്ചാത്തലമാണ്. കിണറ്റിൻ കര ഒരു പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലം യഥാർത്ഥത്തിൽ വിവാഹത്തിലേക്ക് നയിക്കുന്ന പശ്ചാത്തലമാണ്. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം
24 അധ്യായം 10 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ. പിന്നീട് സമയം പോലെ വായിച്ചാൽ മതിയാവും. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 10 മുതൽ 53 വരെ അബ്രഹാമിൻ്റെ കാര്യസ്ഥൻ എലിയാസർ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി റബേക്കായെ കണ്ടുമുട്ടുന്നത് ഒരു കിണറ്റിൻ കരയിൽ വെച്ചിട്ടാണ്. രണ്ടാമതായി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 29 അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള തിരുവചനത്തിൽ യാക്കോബ് റാഹേലിനെ കണ്ടുമുട്ടുന്നത് കിണറ്റിൻ കരയിലാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 2 അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ മോശ ജത്രോയുടെ പുത്രിമാരെ സഹായിക്കുകയും ജത്രോയെ ഭാര്യയാക്കാൻ ചെയ്യുന്നതിൻ്റെ ആദ്യ നടപടികൾ നടക്കുകയും ചെയ്യുന്നതും ഒരു കിണറ്റിൻ കരയിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ബൈബിളിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ഭാഗങ്ങൾ വായിച്ച് പരിചയമുള്ള നമുക്കൊരു കാര്യം മനസ്സിലാവുകയാണ്. ഈ കിണറ്റിൻ കരയിൽ വെച്ച് ഇതാ യേശു ഒരാളെ കണ്ടുമുട്ടുന്നു എന്നത് യേശുവുമായുള്ള അഗാധമായ ഒരു ആത്മീക വൈവാഹിക ബന്ധത്തിലേക്ക് ഈ കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തിയെ നയിക്കും എന്ന ഒരു സൂചന കിണറ്റിൻ കര എന്ന സെറ്റിങ് നമ്മുടെ വായനക്കാരുടെ മനസ്സിലേക്ക് തരുന്നുണ്ട്. യാത്ര ചെയ്ത് ക്ഷീണിച്ച് യേശു കിണറ്റിൻ കരയിലിരുന്നു. 3 ദിവസത്തെ യാത്രയാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. യേശു ആരാണ്? യേശു യഥാർത്ഥത്തിൽ ദൈവമാണ്. അതേസമയം യേശു പൂർണ്ണമായും ഒരു മനുഷ്യനുമാണ്. യേശുവിനെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയേണ്ട വരച്ചിടേണ്ട ഒരു യാഥാർത്ഥ്യം, യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് ദൈവമായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനെ പോലെ മനുഷ്യനായി കാണപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ പ്രതികൂലങ്ങളിലൂടെയും യേശു കടന്നുപോയി. പ്രത്യേകിച്ച് മനുഷ്യൻ അനുഭവിക്കുന്ന ക്ഷീണം, മടുപ്പ്, ദാഹം, വിശപ്പ്, കരച്ചിൽ, ഫ്രസ്ട്രേഷൻസ്, പ്രയാസങ്ങൾ, ഉത്കണ്ഠകൾ, വേദനകൾ, ഭാരം, ഇതെല്ലാം യേശുവെ അലട്ടി. മനുഷ്യ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ സകല പ്രയാസങ്ങളിലൂടെയും യേശു കടന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ നമ്മുടെ ബലഹീനതകളിൽ പങ്കുചേർന്നു. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം പറയുന്നത്, നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. എല്ലാ കാര്യങ്ങളിലും, പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും അവൻ നമ്മോട് സമനായി. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ അർത്ഥത്തിലും നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്. വിശപ്പും ദാഹവും മടുപ്പും ക്ഷീണവും വേദനയും വീർപ്പുമുട്ടലുകളും ഒക്കെ അനുഭവിച്ച യേശു അവിടുന്ന് ഒരു യഥാർത്ഥ മനുഷ്യനായിരുന്നു. അവിടുന്ന് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് യേശു. ഒരുപക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവൻ കടന്നു പോകുന്ന ഏറ്റവും അഗാധമായതും ഭീതിതമായതുമായ ദുരനുഭവങ്ങളെ നിങ്ങൾക്ക് ലോകത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ അത് അയാൾക്ക് മനസ്സിലാകുമെങ്കിൽ അത് യേശുവിന് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യേശുവിൻ്റെ ആ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും യാഥാർത്ഥ്യമുള്ള സത്യസന്ധമായൊരു മുഖം നമ്മളിവിടെ കാണുകയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവൻ ആ കിണറ്റിൻ കരയിൽ ഇരുന്നു. ഇനി അടുത്ത ഒരു വിശദാംശം സുവിശേഷകൻ തരുന്നത് അപ്പോൾ ഏകദേശം 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 6 ഉം 6 ഉം 12, നമ്മുടെ 12 മണി, ഉച്ചയ്ക്ക് 12 മണി. ഈ സമയം കിണറിൻ്റെ സെറ്റിംഗ് നമ്മൾ മനസ്സിലാക്കി. ഇനി 12 മണി സമയം ഈ പെൺകുട്ടി വെള്ളം കോരാൻ വരികയാണ്. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, യഹൂദ സ്ത്രീകളോ അല്ലെങ്കിൽ ആ നാട്ടിലുണ്ടായിരുന്ന സമരിയായിലൊക്കെയുള്ള സ്ത്രീകൾ, ആ പ്രദേശത്തുള്ള സ്ത്രീകൾ വെള്ളം കോരാൻ സാധാരണ ഒറ്റയ്ക്ക് പോകാറില്ല. അവരൊരു സംഘമായിട്ടാണ് പോകുന്നത്. അപ്പോൾ വെള്ളം കോരാൻ പോകുന്നത് പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ ഒരു സംഘമാണ്. പക്ഷെ സമരിയാക്കാരി വരുന്നത് ഒറ്റയ്ക്കാണ്. രണ്ടാമത്തേത്, ഈ ഗ്രീഷ്മവേവ് തലയ്ക്ക് മീതെ ഇങ്ങനെ വെന്ത് നിൽക്കുന്ന സമയത്ത് ഈ നട്ടുച്ചയ്ക്കൊന്നും ഈ സ്ത്രീകൾ വെള്ളം കോരാൻ വരാറേയില്ല. കാരണം ഏതാണ്ട് 1 മൈൽ ദൂരം വീട്ടിലേക്ക് ഈ വെള്ളവും ചുമന്നുകൊണ്ട് നട്ടുച്ചയ്ക്ക് പോകാൻ സാധാരണ മാനസിക നില തകരാറില്ലാത്ത ആരും തന്നെ ഒരുപെടില്ല. നോർമലായ ഒരാളങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഈ 2 ഡീറ്റെയിൽസ്, ഒന്ന് ഒറ്റയ്ക്ക് വന്നതും 2 ഉച്ചയ്ക്ക് വന്നതും, അത് ഒരു വലിയ യാഥാർത്ഥ്യത്തെ വിളിച്ചറിയിക്കുന്ന 2 സൂചനകളാണ്. ആ യാഥാർത്ഥ്യം
ഈ വരുന്ന പെൺകുട്ടി വാസ് എ സോഷ്യൽ ഔട്ട്കാസ്റ്റ്. അവൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പുറന്തള്ളപ്പെട്ട, സമൂഹം കണ്ടംറ്റോടെ, വെറുപ്പോടെ കണ്ടിരുന്ന ഒരാളായിരുന്നു എന്നാണ് ഈ സൂചനകളുടെ അർത്ഥം. അതുകൊണ്ടാണ് അവൾ ഒറ്റയ്ക്ക് വന്നതും ഉച്ചയ്ക്ക് വന്നതും. ഒറ്റയ്ക്ക് വന്നത്, ഷീ ഡസൻ വാണ്ട് എ കമ്പനി, ഓർ ആരും അവളെ കൂട്ടുന്നില്ല, അവളെ ആരും കൂട്ടുന്നില്ല, അവൾ ഒറ്റയ്ക്കാണ്. ഷീ ഈസ് ആൻ ഔട്ട്കാസ്റ്റ്. രണ്ടാമത്തേത്, അവൾ ആരുടെയും കമ്പനി ഇഷ്ടപ്പെടുന്നുമില്ല. പിന്നെ അവൾ ഉച്ചയ്ക്ക് വരുന്നത്, അവൾ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല. അപമാനം, ആക്ഷേപം, അവഹേളനങ്ങൾ, സമൂഹം അവർക്ക് കൽപ്പിച്ചു കൊടുത്ത ചില നിന്ദകൾ, ഇതെല്ലാം അവളുടെ ഉള്ളിലെ ആ വേദന, റിജക്ഷൻ, സമൂഹം പെരിഫറിയിലേക്കും വിളിമ്പിലേക്കും തള്ളിയിടപ്പെട്ട ആ റിജക്ഷൻ, ആ സ്നേഹരാഹിത്യം, അബാൻഡൻമെൻറ്റ്, ഓർഫൻഹുഡ്, ഫാദർലെസ്നെസ്, ബിലോങ്ങിങ്നെസ് ഇല്ലാത്തത്, ഇങ്ങനെയുള്ള ഇന്നത്തെ നമ്മുടെ മനഃശാസ്ത്രപരമായ ഈ സങ്കീർണ പദങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്ന മനോവിഭ്രാന്തികളും മാനസിക അസ്വസ്ഥതകളും അവരുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നാണ് ഈ ഉച്ചയ്ക്ക് 6-ാം മണിക്കൂർ ഒറ്റയ്ക്ക് വന്നതും ഉച്ചയ്ക്ക് വന്നതും അവളൊരു ഔട്ട്കാസ്റ്റ് ആയിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വിശദാംശമാണ്. ഇസ്ത്രീകളെ അവൾ അവോയ്ഡ് ചെയ്തിരുന്നു. അവൾക്ക് ആരുടെയും കണ്ണിൽപ്പെടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇനി ഈ കിണറ്റിൻകരയിലിരിക്കുന്ന ചെറുപ്പക്കാരനോട് സംസാരിക്കുന്നതിന് അവൾക്ക് പ്രധാനമായും 3 തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് വായിക്കാം. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറ്റിൻ്റെ കരയിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. ആ സമയം ഒരു സമറിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. ഇതൊരിക്കലും സംഭവിക്കില്ല, ഒരിക്കലും സംഭവിക്കില്ല. ഒന്ന്, ഒരു യഹൂദൻ സമറിയാക്കാർ വെള്ളം കോരാൻ വരുന്ന ഒരു കിണറ്റിൻ്റെ കരയിൽ ഇരിക്കുന്നു. ഒന്ന് അതൊരിക്കലും നോർമലി സംഭവിക്കാറില്ല. രണ്ടാമത്തേത്, ഈ സമറിയാക്കാരിയോട് കുടിക്കാൻ ചോദിക്കുന്നു എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? യഹൂദർ സാധാരണ ഇതിൽ പറയാറുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വിജാതീയരെ കണ്ടതിനേക്കാളും വെറുപ്പോടും പുച്ഛത്തോടും അവജ്ഞയോടുമാണ് യഹൂദൻ സമറിയാക്കാരെ കണ്ടിരുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, യഹൂദന്മാർ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, സമറിയാക്കാർ തരുന്ന വെള്ളം കുടിക്കുന്നതിനേക്കാൾ നല്ലത് പന്നിയുടെ രക്തം കുടിക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യഹൂദനാണ് ഈ പറയുന്നത്. പന്നി എന്ന് പറഞ്ഞാൽ യഹൂദന് സ്പർശിക്കാൻ, നോക്കാൻ പോലും പറ്റാത്ത ഒരു മൃഗം. അപ്പോൾ അത്രയും വെറുപ്പുള്ളൊരു മൃഗം. അപ്പോൾ അവർ പറയുമായിരുന്നു, സമാരിറ്റൻ വാട്ടർ വാസ് വേഴ്സ് ദാൻ ഡ്രിങ്കിങ് ദ ബ്ലഡ് ഓഫ് എ പിഗ്. ഒരു പന്നിയുടെ രക്തം കുടിക്കുന്നതിനേക്കാളും വേഴ്സാണ്, അതിനേക്കാളും മോശമാണ്, അതിനേക്കാളും നിന്ദ്യമാണ് സമറിയാക്കാർ തരുന്ന വെള്ളം കുടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുടിക്കാൻ തരിക എന്ന് പറയുമ്പോൾ ഈ ദൈവപുത്രനായ യേശു ഇവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറയുമ്പോൾ അത് ഒന്ന്, യഹൂദൻ സമറിയാക്കാരുടെ ദേശത്ത് വന്ന് യഹൂദൻ വന്ന് ഇരിക്കുന്നു കിണറ്റിൻകരയിൽ. 2, അങ്ങനെ ഇരുന്നാൽ തന്നെ ഇവളോട് കുടിക്കാൻ ചോദിക്കുന്നു. പന്നിരക്തം കുടിക്കുന്നതിനേക്കാളും മോശമാണ് സമറിയാക്കാർ തരുന്ന വെള്ളം കുടിക്കുന്നത് ചിന്തിച്ചിരുന്ന യഹൂദൻ കുടിക്കുന്നു. മൂന്നാമത്തേത്, ഇതൊരു സ്ത്രീയാണ്. ഒരു യഹൂദ റബ്ബി നഗരമധ്യത്തിൽ വെച്ച്, തെരുവീഥിയിൽ വെച്ച് തൻ്റെ അമ്മയെ എതിരെ വരുന്നത് കണ്ടാൽ പോലും അഭിവാദനം ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ടായിരുന്ന ഒരു നാട്. സ്ത്രീകളോട് പൊതുവെ പുച്ഛമുണ്ടായിരുന്നൊരു നാട്, സ്ത്രീകളെ തുല്യരായിട്ട് കാണാതിരുന്നൊരു നാട്, സ്ത്രീകൾക്ക് അവഗണന ഉണ്ടായിരുന്നൊരു നാട്. എന്നെ ഒരു വിജാതീയനായും ഒരു സ്ത്രീയായും ഒരു പന്നിയായും സൃഷ്ടിക്കാത്തതിന് ഞാൻ ദൈവമേ നിനക്ക് നന്ദി പറയുന്നുവെന്ന് യഹൂദൻ്റെ പ്രാർത്ഥനയുണ്ടായിരുന്നൊരു കാലം. ഒരു യഹൂദ പുരുഷൻ അഭിമാനത്തോടെ പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തിന് ഒരു പന്നിയായിട്ട് സൃഷ്ടിച്ചില്ല, ഒരു വിജാതീയനായിട്ട് സൃഷ്ടിച്ചില്ല, എന്നെ ഒരു സ്ത്രീയായിട്ട് സൃഷ്ടിച്ചില്ല. വിമൻ, സ്ത്രീകൾ പുരുഷൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് കണ്ടിരുന്ന കാലം. പുരുഷൻ്റെ സമ്പാദ്യങ്ങളുടെ ഭാഗമാണ് സ്ത്രീകൾ. അവർക്കൊരു ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി കൽപ്പിച്ചു കൊടുക്കാതിരുന്നൊരു കാലം, അവർക്കൊരു വ്യക്തിത്വം ഉണ്ടെന്ന് അംഗീകരിക്കാതിരുന്നൊരു കാലം മോസ്റ്റ്ലി. അങ്ങനെയുള്ള സമയത്ത് ഒരു യഹൂദ റബ്ബി, യഹൂദൻ സമറിയാക്കാരോട് വെള്ളം ചോദിക്കുന്നു. ഒരു സാധ്യത, അട്ടർ ഇമ്പോസിബിലിറ്റി.
രണ്ടാമത്തേത്, യഹൂദ റബ്ബി ഒരു സ്ത്രീയോട് സംസാരിക്കുന്നു, അസാധ്യം. മൂന്നാമത്തേത്, ഈ സ്ത്രീ ഒരു വ്യഭിചാരിണി കൂടിയാണ്, ധാർമ്മികമായി ഒരു ബലമില്ലാത്തൊരു പാവ സ്ത്രീ കൂടിയാണ്. ഇതാണ് ഈ ഉച്ചയ്ക്ക് വന്നതും ഒറ്റയ്ക്ക് വന്നതും. ത്രൈസ് റിമൂവ്ഡ് ഫ്രം ദ റിയാലിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിൽ നിന്ന് 3 മടങ്ങ് മാറി നിൽക്കുന്നൊരു സ്ത്രീ, 3 കാതം മാറി നിൽക്കുന്നൊരു സ്ത്രീ. ഷീ ഈസ് ത്രൈസ് റിമൂവ്ഡ് ഫ്രം ദ റിയാലിറ്റി ദാറ്റ് ഈസ് ഗോഡ്. ഇതാണ് ഈ സമറിയക്കാരി. അതായത് യേശു എന്ന ദൈവപുത്രനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കൺവേഴ്സ് ചെയ്യാൻ, സംസാരിക്കാൻ 3 മടങ്ങ് സാധ്യതയില്ലാത്തൊരു സ്ത്രീ. ഒന്ന്, അയാളൊരു യഹൂദനാണ്. 2, ഇയാളൊരു ഈ പെൺകുട്ടി ഒരു സമറിയക്കാരിയാണ്. 3, അവളൊരു ധാർമ്മികമായി ബലമില്ലാത്ത സ്ത്രീയാണ്. നോ ചാൻസ്. ഇതാണ് ശിഷ്യന്മാർ തിരിച്ചു വരുന്ന സമയത്ത് അവർ യേശു ഈ സ്ത്രീയോട് സംസാരിച്ചിരിക്കുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെടുന്നത്. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് വളരെ ദീർഘമായിട്ട് എനിക്ക് പറയേണ്ടതുണ്ട്, ഈ കുടിക്കാൻ തരിക എന്നതിനെക്കുറിച്ച്. നമുക്ക് ഏറ്റവും സാധാരണമായ അർത്ഥത്തിൽ നിന്നുകൊണ്ട് കണ്ടാൽ ഈ ഒരു സംഭാഷണം ആരംഭിക്കുകയാണ്. ഒരു സോഷ്യൽ ഔട്ട്കാസ്റ്റിനോട്, മതപരമായിട്ട് തനിക്ക് ഒരു ബന്ധമില്ലാത്ത ഒരാളോട്, എല്ലാ അർത്ഥത്തിലും റിജക്റ്റ് ചെയ്യപ്പെട്ട, അബാൻഡൻ ചെയ്യപ്പെട്ട, ഓർഫനാക്കപ്പെട്ട, റിജക്റ്റഡായ ഒരാളോട് യേശു ഒരു സംഭാഷണം ആരംഭിക്കുകയാണ്. സംഭാഷണം ഇതാണ്: ഗിവ് മീ സംതിങ് ടു ഡ്രിങ്ക്, ഗിവ് മീ എ ഡ്രിങ്ക്. എനിക്ക് കുടിക്കാൻ തരിക. ഇവിടെ തൊട്ടടുത്ത ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്കിതിലേക്ക് കുടിക്കാൻ തരിക എന്നതിലേക്ക് തിരിച്ചു വരാം. അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ഞാനിത് വായിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയം ഉണ്ടായിട്ടുണ്ട്. സംശയം ഇതാണ്, ആ സംശയം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. സംശയം ഇതാണ്: 13 ചെറുപ്പക്കാർ, തലയ്ക്ക് മുകളിൽ നട്ടുച്ച കത്തുന്ന ഗ്രീഷ്മ സൂര്യൻ, 40-50 ഡിഗ്രിയൊക്കെ ചൂടുള്ളൊരു സ്ഥലം. അവിടെ ഈ പാലസ്തീനായുടെ ഈ ഉഗ്രവേവിൻ്റെ, ഈ തീക്ഷ്ണമായ നട്ടുച്ചയുടെ ആ വേവിൽ, ആ ചൂടിൽ 13 ചെറുപ്പക്കാർക്ക് ഭക്ഷണം വാങ്ങാൻ 12 പേര് പട്ടണത്തിലേക്ക് പോകുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അതൊരു നോൺസെൻസാണ്. നോൺസെൻസ്, അസംഭവ്യം, അസംബന്ധം. അതൊരു കറുത്ത ഫലിതമാണ്. പോവില്ല. 3 ദിവസമായിട്ട് നടന്ന് മടുത്ത് ടയേർഡായിട്ട് നിൽക്കുന്ന ഈ ചെറുപ്പക്കാർ, അതിൽ ഏറ്റവും സ്വാധീനവും ബലവും കുറഞ്ഞ 1-2 പേരെ പറഞ്ഞേക്കും. ബാക്കി എല്ലാവരും സ്വസ്ഥമായിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. മരത്തണലിലും കിണറിൻ്റെ അടുത്തുമൊക്കെ മാറിയിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയത്ത് 13 പേർക്ക് ഭക്ഷണം വാങ്ങാൻ 12 പേരെ പട്ടണത്തിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോൺസെൻസ്, വിശ്വസനീയമല്ല. പക്ഷെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ്, കർത്താവ് നന്നായിട്ട് നിർബന്ധിച്ചിട്ടായിരിക്കും ഈ 12 പേരെ പറഞ്ഞു വിട്ടത്. ഒരാൾ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആരും നിൽക്കണ്ട, ലീഡർ നിൽക്കണ്ട, കൂടുതലുള്ള ആരും നിൽക്കണ്ട, എല്ലാവരും ഒരുമിച്ച് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ടാവും. എന്തിനെന്നറിയാമോ? അതിനൊരു കാരണമുണ്ട്. ഒരു പാവം ജീവിതത്തിൽ ഇടറിപ്പോയ, ജീവിതത്തിൽ അഗാധമായ ചില മുറിവനുഭവങ്ങളുടെ പശ്ചാത്തലം കൊണ്ട് ജീവിതം ആകെപ്പാടെ ഈ കീറിക്കൂട്ടിയിട്ടിരിക്കുന്ന കടലാസ് കൂന പോലെ കീറിപ്പോയ ഒരു ജീവിതത്തെ, ആ ജീവിതത്തെ ഒന്ന് വിചാരണ ചെയ്ത്, ഒന്ന് വലിച്ചു കീറി, ഒന്ന് അനലൈസ് ചെയ്ത്, ഒന്ന് അകത്തേക്ക് ഇറങ്ങി വീണ്ടും എല്ലാം കൂടെ ഒന്ന് തുന്നിക്കെട്ടി ശരിയാക്കി എടുക്കുന്ന ഒരു സർജറി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കർത്താവ് വിചാരിച്ചു, ഇവരുടെ സ്വകാര്യതകളിലേക്കും അവരുടെ ജീവിതത്തിലുടനീളം അവൾ കൊണ്ട് നടക്കുന്ന സ്വകാര്യ ഭയങ്ങളിലേക്കും അവരുടെ ലജ്ജയിലേക്കും അപമാനത്തിലേക്കും മറ്റൊരു പുരുഷൻ്റെ നോട്ടം പോലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് അത്രയും സ്വകാര്യതയുടെ
ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എല്ലാവരും ഭക്ഷണം വാങ്ങാൻ പോയിക്കൊള്ളാൻ പറഞ്ഞു. അതായത് ആരും ഒരു നോട്ടം കൊണ്ട് പോലും ഇനി ഈ പെൺകുട്ടിയെ ആരും മുറിവേൽപ്പിക്കരുതെന്ന് യേശുവിന് നിശ്ചയമുണ്ടായിരുന്നു. അത്രയ്ക്ക്. അതാണ് പറയുന്നത്, നഗ്നനെ ഉടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഒരർത്ഥത്തിലും തൻ്റെ ജീവിതത്തിൽ ഒന്നും നല്ലത് പറയാനില്ലാതിരുന്നൊരു പെൺകുട്ടിയുടെ പിന്നാമ്പുറങ്ങളെയും ജീവിത പശ്ചാത്തലങ്ങളെയും ഗതകാലങ്ങളെയും വിചാരണ ചെയ്ത് ദൈവപുത്രൻ അവളെ വീണ്ടും ആ സൗഖ്യത്തിൻ്റെ പുത്തൻ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന നേരത്ത് വേറെ ആരും ഉണ്ടാവരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ സ്വകാര്യതകളെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകളുടെ ലജ്ജയെ, നമ്മൾ അനുഭവിക്കുന്ന ആ അപമാനത്തെ ഒക്കെ യേശു അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? യേശു നമ്മളെ നാണം കെടുത്താൻ ആഗ്രഹിക്കാത്ത ദൈവമാണ്. നാണം കെടുത്തുന്നേയില്ല. അതായത് പരസ്യമായി ഈശോ പറയാൻ പോകുന്നത് അന്ത്യവിധിയിൽ മാത്രമായിരിക്കും. അന്ത്യവിധിയിൽ മാത്രമായിരിക്കും. അന്ത്യവിധി പറയും എന്തെല്ലാം സംഭവിച്ചു. അന്ന് പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ നമ്മൾ വിഷമിച്ച് നിൽക്കും. പക്ഷെ അതുവരെയും മനുഷ്യൻ്റെ എല്ലാ സ്വകാര്യതകളെയും കർത്താവ് ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കും. മനുഷ്യന് സംഭവിച്ച ഇടർച്ചകൾ, ബലഹീനതകൾ, ആരും അറിയരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ജീവിതത്തിൽ വന്ന പാളിച്ചകൾ, കുറ്റങ്ങൾ, നമ്മുടെ ഫ്രജൈൽ നേച്ചർ മൂലം വന്ന കാര്യങ്ങൾ, ജീവിതത്തിൻ്റെ മുറിപ്പെട്ട അനുഭവങ്ങൾ എല്ലാം കവറപ്പ് ചെയ്തു ഒരു കുമ്പസാരക്കൂടാണ് ഈശോ. വേറെ ആരോടും ഇത് പറയില്ല, വേറെ ആരോടും പറയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു, ഐ ട്രസ്റ്റ്. വൈ? ബിക്കോസ് ഐ ക്യാൻ ട്രസ്റ്റ്. ആ ഈശോ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആ ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മുറിവേറ്റ അനുഭവങ്ങളെയും, ലജ്ജയോടെ മാത്രം ഓർക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും, മറ്റാരും അറിയരുത്, സമൂഹത്തിൽ നമ്മൾ അപമാനിക്കപ്പെടരുത് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളെയും സ്വീകരിക്കാനും സുഖപ്പെടുത്താനും പരിഹരിക്കാനും ക്ഷമിക്കാനും മാപ്പ് തരാനും ഒക്കെ തയ്യാറുള്ള ആ യേശുവിലേക്ക് നമ്മുടെ ഹൃദയം സമർപ്പിക്കാൻ ഒരിക്കൽ കൂടി നമുക്കിതാ ഈ സുവിശേഷം ഒരവസരം തരികയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം ഈ വചനം കേട്ടുകൊണ്ടിരുന്ന സകല മക്കളുടെ ഹൃദയങ്ങളെ സ്പർശിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവനാമത്തിൽ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.